മൗനരാഗം. രചന, അവതരണം ഋതു. രാവിലെ 6 മണിക്ക് തന്നെ ശ്രീലക്ഷ്മി എഴുന്നേറ്റു. എപ്പോഴും ആ സമയത്താണ് ഉണരാറ്. അപ്പുവിൻ്റെ പഠനമൊക്കെ രാവിലെ 5 മണിക്കാണ്. ശ്രീലക്ഷ്മി വരുമ്പോഴേക്കും സാവിത്രി അടുക്കളയൊക്കെ അടിച്ചു വാരി കിണറ്റിൽ നിന്ന് ഭക്ഷണം ഉണ്ടാക്കാനുള്ള വെള്ളമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടാകും. ഉച്ചയ്ക്കുള്ള ചോറെടുത്താണ് ശ്രീലക്ഷ്മിയും സാവിത്രിയും പോകാറ്. പുറത്തുനിന്ന് കഴിച്ച് ആ കാശുകൂടി കളയാൻ അവർ തയ്യാറല്ല. ഫ്രഷായി അടുക്കളയിലേക്ക് ചെന്ന ശ്രീലക്ഷ്മിക്ക് അമ്മയുടെ മുഖത്ത് എന്തോ സങ്കടമുള്ളതുപോലെ തോന്നി. സാധാരണ രാവിലെ എന്തെങ്കിലുമൊക്കെ സംസാരിക്കാറുള്ളതാണ്. കോളേജിലെ കാര്യം താനും ജോലിസ്ഥലത്തെ വിശേഷങ്ങൾ അമ്മയും പങ്കുവെക്കുന്നത് അടുക്കള ചുമരുകൾക്കുള്ളിൽ നിന്നാണ്. ഇന്ന് തനിക്ക് നേരെ മുഖം തരുന്നില്ല. പോരാത്തതിന് മൗനവും. അവൾ അമ്മയുടെ മുന്നിൽ ചെന്ന് നിൽക്കാൻ ശ്രമിച്ചെങ്കിലും അവർ മാറിക്കളഞ്ഞു. ഒടുവിൽ കൈ പിടിച്ച് മുഖം തിരിച്ചു വെച്ചപ്പോൾ വലത് കവിളിലായി പതിച്ച 5 കൈവിരൽ പാടുകൾ കണ്ട് ഞെട്ടിപ്പോയി. അടിയുടെ ശക്തിയിലാവണം ചുണ്ടൊക്കെ പൊട്ടിയിട്ടുണ്ട്. കഴുത്തിലുമുണ്ട് കരിവാളിച്ച് കിടക്കുന്ന പാടുകൾ. എന്താ അമ്മ ഇതൊക്കെ? ഭയത്തോടെ ശ്രീലക്ഷ്മി ചോദിച്ചപ്പോൾ സാവിത്രി അവളുടെ കൈയും പിടിച്ച് പുറത്തേക്ക് അലക്കുകല്ലിൻ്റെ അടുത്ത് ചെന്ന് നിർത്തി. എൻ്റെ പൊന്നു മോളെ. സാവിത്രി കരഞ്ഞുകൊണ്ട് ശ്രീലക്ഷ്മിയെ കെട്ടിപ്പിടിച്ചു. എന്താ അമ്മേ, എന്തായാലും പറ. എനിക്കിതൊക്കെ കണ്ടിട്ട് പേടിയാവുന്നു. അയാൾ രാത്രി ചാവുന്നവരെ എൻ്റെ മോക്ക് ഞാൻ കാവലുണ്ടാകും. എനിക്കെന്തേലും പറ്റിയാൽ എൻ്റെ കുട്ടി എന്ത് ചെയ്യുന്നോർത്ത്. പറഞ്ഞു പൂർത്തിയാക്കാൻ സമ്മതിക്കാതെ തൊണ്ടക്കുഴിയിൽ നിന്ന് കരച്ചിൽ ചീറുകൾ പുറത്തേക്ക് വന്നു. എന്ത് കാര്യത്തിനാ അമ്മേ? ഞാൻ എന്താ ചെയ്യാം? അയാൾക്ക് എന്നെ ഇവിടുന്ന് മാറ്റണമെന്ന്. അതിൻ്റെ കാരണമാണ് ഇപ്പോൾ കണ്ടുപിടിച്ച ഈ ജോലി. മരിക്കേണ്ടി വന്നാലും എൻ്റെ കുട്ടിയെ വിട്ട് ഞാൻ എങ്ങോട്ടും പോവില്ല. അത് കേട്ട ശ്രീലക്ഷ്മി അമ്മയുടെ തോളിൽ ചാരി നിന്നു. അപ്പുവിനെ അമ്മ സ്വന്തം മോനെ പോലെ തന്നെയാണ് നോക്കുന്നത്. എന്നാൽ വിജയൻ ശ്രീലക്ഷ്മിക്ക് ഒരു മകളുടെ സ്ഥാനം നൽകിയില്ല. അവൾ വളരുന്നതിനനുസരിച്ച് നോട്ടങ്ങൾ തെറ്റി, സ്പർശനങ്ങളിൽ വാത്സല്യം വഴിമാറി. അതോടെ അവൾ അയാളിൽ നിന്ന് അകലം പാലിച്ചു. കഴിവതും ഇക്കാര്യം ആരെയും അറിയിക്കാതെ മറച്ചു പിടിക്കാൻ ശ്രീലക്ഷ്മി ശ്രമിച്ചെങ്കിലും അമ്മയും അപ്പവും ക്രമേണ തിരിച്ചറിഞ്ഞു. ആ വീടും സ്ഥലവും വിജയൻ്റെ പേരിലായിരുന്നു. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പുണ്ടായ ആക്സിഡൻറ്റിന് ആശുപത്രി ചെലവിന് വേണ്ടി വീടും സ്ഥലവും പണയം വെക്കേണ്ടി വന്നു. അവർക്ക് പോകാൻ വേറെ ഇടമില്ല. അവളെ തനിച്ചാക്കാൻ 2 പേരും ശ്രമിക്കാറില്ല. വൈകുന്നേരങ്ങളിൽ ചേച്ചി വരുന്നതിന് മുമ്പ് വീട്ടിലെത്തണമെന്ന് അപ്പുവിന് നിർബന്ധമാണ്. തനിച്ചാക്കാൻ അവന് ധൈര്യം പോരാ. ട്യൂഷൻ എടുക്കാൻ തുടങ്ങിയാൽ മാത്രമാണ് അവൻ കുളിച്ച് പുറത്തേക്ക് പോവുക. ഒത്തിരി ആലോചിച്ച് നിന്നാൽ ഭ്രാന്ത് പിടിക്കുന്ന തോന്നിയ ശ്രീലക്ഷ്മി കിണറ്റിന് കരയിൽ നിന്ന് കുറച്ച് വെള്ളം എടുത്ത് മുഖം കഴുകി. എന്നിട്ട് അടുക്കളയിലേക്ക് തന്നെ നടന്നു. അമ്മ അപ്പോഴേക്കും കരച്ചിലടക്കി കുളിക്കാനായി പോയിരുന്നു. 8:30 വീട്ടിൽ നിന്ന് ഇറങ്ങണം. ശ്രീലക്ഷ്മി 2 പേർക്കും ഉള്ള ഭക്ഷണം പൊതിഞ്ഞു. അപ്പോഴേക്കും പഠിത്തമൊക്കെ കഴിഞ്ഞ് സ്കൂളിൽ പോകാനായി അപ്പു റെഡിയായി വന്നു. വിജയൻ എല്ലാവരും പോയതിന് ശേഷം മാത്രമാണ് എഴുന്നേൽക്കാറ്. അത് അവൾക്കൊരു സമാധാനമാണ്. അപ്പു, നീ കഴിച്ചിട്ട് പോയാൽ മതി, ഞാൻ ഇറങ്ങുവാ. പിന്നെ വൈകുന്നേരം ഉണ്ടാവില്ലേ? യൂണിഫോം ഇട്ട് കണ്ണാടിയിൽ ചന്തം നോക്കുന്നവൻ്റെ തലയ്ക്കൊരു കൊട്ടും കൊടുത്തുകൊണ്ട് അവൾ ചോദിച്ചു. എൻ്റെ ചേച്ചി പോയേച്ചും വാ. അപ്പു അവളെ കെട്ടിപ്പിടിച്ച് കവിളിൽ ഉമ്മ വെച്ചു. ശ്രീലക്ഷ്മി പെട്ടെന്ന് തന്നെ ഇറങ്ങി. ഇനിയും നിന്ന ബസ് തെറ്റും. ഇന്നലെയോ വൈകി, ഇന്നിനി പറ്റില്ല. അവളെയും കാത്ത് അച്ചു ഗേറ്റിന് മുന്നിൽ നിൽക്കുന്നുണ്ട്. അപ്പോഴാണ് അവളുടെ ഏട്ടൻ വിവേക് ബൈക്കുമായി പുറത്തേക്ക് വന്നത്. അവൻ ശ്രീലക്ഷ്മിയെ ഒന്ന് നോക്കി. കത്തിച്ചു വെച്ച നിലവിളക്ക് പോലെ ഐശ്വര്യമുണ്ട് അവൾക്കെന്ന് തോന്നിപ്പോയി. അച്ചുവിനോട് എന്തോ പറഞ്ഞു ചിരിക്കുകയാണ്. ഇവൾ ക്ലാസ്സിൽ നിന്ന് പഠിക്കുന്നൊക്കെ ഉണ്ടോ ശ്രീ? അവൻ എന്തെങ്കിലും കാരണമുണ്ടാക്കി മിണ്ടാൻ ശ്രമിച്ചു. അവൾ അതിന് ഒന്ന് ചിരിക്കുക മാത്രം ചെയ്തു. ഏട്ടാ, സമയമില്ല, പോവാണേ. അച്ചു ശ്രീലക്ഷ്മിയുടെ കയ്യിൽ പിടിച്ചപ്പോഴേക്കും ഓടിയിരുന്നു. ഒന്ന് വേഗം നടക്ക് ശ്രീ. അച്ചു ശല്യപ്പെടുത്തിക്കൊണ്ടേയിരുന്നു.
ഇവർക്ക് എന്താ ഇത്ര പരവേശം? ശ്രീലക്ഷ്മിക്ക് ഓർക്കാതിരിക്കാനായില്ല. പുഴക്കരയിലെത്തിയപ്പോൾ അച്ചുവിൻ്റെ മുഖം കറുത്തു. കാണുന്നില്ലല്ലോ. ആരെ? ഹരിയേട്ടനെ. ശ്രീലക്ഷ്മി അവളെ തറപ്പിച്ചു നോക്കി. മര്യാദയ്ക്ക് നടന്നോ? നിന്റെ കോഴിത്തരം കുറച്ച് കൂടുന്നുണ്ട്. അച്ചുവിൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് അവൾ ബസ് സ്റ്റോപ്പ് ലക്ഷ്യമാക്കി വേഗം നടന്നു. പിന്നെ അവൾ ഒന്നും മിണ്ടിയില്ല. ബസ് വരാൻ 5 മിനിറ്റ് കൂടിയുണ്ട്. അപ്പോഴേക്കും അവിടെയാകെ സ്കൂൾ പിള്ളേരെ കൊണ്ട് നിറഞ്ഞിരുന്നു. അതിൽ ചില കുട്ടികളെ ശ്രീലക്ഷ്മി പഠിപ്പിക്കുന്നതാണ്. നാട്ടിലെ പ്രധാന കേന്ദ്രമാണ് ബസ് സ്റ്റോപ്പ്. അത്യാവശ്യം കടകളും ഹോട്ടലും അവിടെയുണ്ട്. ബസ് സ്റ്റോപ്പിന് മുന്നിലാണ് ടാക്സിയുടെയും ടിപ്പറിൻ്റെയും ഒക്കെ സ്റ്റാൻഡ്. ശ്രീലക്ഷ്മി കുട്ടികളോട് സംസാരിക്കുന്ന തിരക്കിലായിരുന്നു. പെട്ടെന്നാണ് അച്ചു അവളുടെ കയ്യിൽ കയറി പിടിച്ചത്. എടി നോക്കടി നോക്കടി. അവൾ സന്തോഷം കൊണ്ട് തുള്ളുകയായിരുന്നു. നിനക്കെന്താ ഭ്രാന്തായോ? കിടന്ന് പെടക്കാതെടി. ശ്രീലക്ഷ്മി അവളെ കൂർപ്പിച്ചു നോക്കി. അച്ചു അപ്പോഴും മുന്നോട്ട് നോക്കി ബൾബ് കത്തിച്ചതുപോലെ ചിരിക്കുകയാണ്. ഡീ നോക്ക്, ഹരിയേട്ടൻ. ശ്രീലക്ഷ്മി അങ്ങോട്ട് നോക്കിയതും അവരുടെ ബസ് ഹോണടിച്ചുകൊണ്ട് മുന്നിൽ വന്ന് നിന്നതും ഒരുമിച്ചായിരുന്നു. സ്വപ്നലോകത്തിൽ നിൽക്കുന്ന അച്ചുവിൻ്റെ കയ്യിൽ പിടിച്ച് വലിച്ചുകൊണ്ട് അവൾ ബസ്സിലേക്ക് കയറി. അവർക്ക് സൈഡ് സീറ്റ് തന്നെ കിട്ടിയിരുന്നു. ഒന്ന് നോക്കടി, ദേ ആ ടിപ്പറിൻ്റെ ഡോറും പിടിച്ചു നിൽക്കുന്നു. അച്ചു പറഞ്ഞപ്പോൾ ശ്രീലക്ഷ്മി അങ്ങോട്ട് മുഖം ചരിച്ചു. കറുത്ത ഷർട്ടും അതേ കളറുള്ള മുണ്ടും ധരിച്ച് ഒരാൾ തങ്ങൾക്ക് പുറംതിരിഞ്ഞ് ഒരു ചെറുപ്പക്കാരനോട് സംസാരിക്കുന്നുണ്ട്. ഡോറിൽ കൈ ചേർത്തപ്പോൾ കയ്യിലെ വാച്ച് തിളങ്ങി. മുടി പുറകോട്ട് നീണ്ടു കിടക്കുന്നുണ്ട്. താടി ഉണ്ടെന്ന് തോന്നുന്നു, കാണാൻ വയ്യ. പെട്ടെന്ന് ശ്രീഹരി തിരിഞ്ഞു നോക്കിയതും അതേ നിമിഷം അവൾ മുഖം തിരിച്ചു കളഞ്ഞു. എന്താടാ? ശ്രീഹരി മഹേഷിനോട് ചോദിച്ചു. ഏതോ ഒരു പെണ്ണെ ബസ്സിൽ നിന്ന് ഹരിയേട്ടനെ തന്നെ നോക്കുന്നുണ്ടായിരുന്നു. എന്നെയോ? അവൻ അത്ഭുതത്തോടെ മുഖം തിരിച്ചു. നോക്കിയപ്പോൾ ബസ്സിലെ യൂണിഫോം ഇട്ട പിള്ളേരൊക്കെ അവനെ തന്നെ നോക്കി നിൽക്കുന്നതാണ് കണ്ടത്. പോടാ, അവരൊക്കെ കൊച്ചു പിള്ളേരാണ്. അല്ലെന്ന്, ദേ 3-ാമത്തെ സീറ്റിലിരിക്കുന്ന. അയ്യോ, ബസ് പോയല്ലോ. വെറുതെ അല്ല നീ ഈ സമയമാകുമ്പോൾ കൃത്യമായി എത്തുന്നത്. നാണല്ലല്ലോ കൊച്ചു പിള്ളേരെ വായി നോക്കാൻ. ശ്രീഹരി തുറന്നു കിടക്കുന്ന ഡോറിലൂടെ ഡ്രൈവിംഗ് സീറ്റിലേക്ക് ചാടിക്കയറി. മഹേഷ് താൻ കണ്ട പെണ്ണിനെ ഓർത്തെടുക്കാൻ ശ്രമിക്കുകയായിരുന്നു. അപ്പോഴാണ് അശോകൻ്റെ സ്വിഫ്റ്റ് കാർ അങ്ങോട്ട് വന്നത്. അയാളെ കണ്ടപ്പോൾ ശ്രീഹരി പെട്ടെന്ന് തന്നെ വണ്ടിയിൽ നിന്ന് ഇറങ്ങി മുന്നോട്ട് നടന്നു. അറിഞ്ഞോടാ? എന്താ അച്ചുവേട്ടാ? അർജുനെ പോലീസ് പൊക്കിയെന്ന് പറഞ്ഞാൽ ശരിയാവില്ല, പിടിപ്പിച്ചു എന്ന് പറയണം. കുറച്ച് ദിവസം അകത്ത് കിടക്കട്ടെ. ആ കുട്ടി മൊഴി കൊടുത്തിട്ടുണ്ട്. ശ്രീഹരിയുടെ മുഖത്ത് പുച്ഛം നിറഞ്ഞു. കുറച്ച് കിടക്കട്ടെ. ആ ദേവൻ ജാമ്യത്തിന് എടുക്കുമല്ലോ. വലം കൈയല്ലേ അകത്തായത്. നമുക്ക് നോക്കാം. നിനക്ക് ഓട്ടോ ഉണ്ടോ? ഉച്ചക്ക് ലോഡ് എടുക്കാൻ പോകാനുണ്ട്. ആ, എന്നാൽ വൈകുന്നേരം കാണാം. അതും പറഞ്ഞ് അവിടെയുള്ളവരോടെല്ലാം കയ്യും വീശി അശോകൻ വണ്ടി ഓടിച്ചു പോയി. ബസ്സിറങ്ങി കോളേജിലേക്ക് നടന്നപ്പോൾ അച്ചുവിൻ്റെ അനക്കമൊന്നും കേൾക്കാതെ ശ്രീലക്ഷ്മി തിരിഞ്ഞു നോക്കി. അവൾ എന്തോ ഓർത്ത് അങ്ങനെ തറഞ്ഞു നിൽക്കുകയാണ്. അച്ചു? ആ വിളിയൊന്നും അവളുടെ കാതിലെത്തിയില്ല. ശ്രീലക്ഷ്മി അച്ചുവിൻ്റെ ചെവി പൊന്നാക്കി. ആ ഡീ, വേദനിക്കുന്നു. അവൾ ചെവി അമർത്തി തിരുമ്മിക്കൊണ്ട് മുഖം ചുളിച്ചു. നീ ഏത് ലോകത്താ? അവളുടെ കൈയും പിടിച്ച് കോളേജ് ഗേറ്റും കടന്ന് മുന്നോട്ട് നടന്നു. ഞാനൊരു കാര്യം ആലോചിക്കായിരുന്നേ. കൊഞ്ചലോടെയുള്ള വർത്താനം കേൾക്കുമ്പോഴേ എന്തെങ്കിലും അവലക്ഷണം കേട്ട കാര്യമായിരിക്കുമെന്ന് ശ്രീലക്ഷ്മിക്ക് തോന്നി. നിന്റെ ആലോചന കുറച്ച് കൂടുന്നുണ്ട്. ഞാൻ പറയുന്നത് നീ ഒന്ന് കേൾക്ക്. മുന്നോട്ട് നടന്ന ശ്രീയുടെ കൈ പിടിച്ച് നിർത്തിക്കൊണ്ട് അച്ചു നഖം കടിച്ചു. എന്താ? 2 കൈയും കെട്ടിക്കൊണ്ട് അവളുടെ മുഖത്തേക്ക് നോക്കി. അതെ, ഞാൻ ഡാൻസ് കളിക്കുന്നതിനെക്കുറിച്ച് നിനക്ക് എന്താ അഭിപ്രായം? എന്തോന്ന്? കണ്ണ് തുറച്ചുകൊണ്ട് ശ്രീലക്ഷ്മി അച്ചുവിനെ ആകെ ഒന്ന് നോക്കി. ഇതെന്താ ഇപ്പോൾ ഒരു ഡാൻസിൻ്റെ പൂതി? അതെ, അതുണ്ടല്ലോടി. പിന്നെയുണ്ടല്ലോ. അച്ചു വീണ്ടും കുണുങ്ങിക്കൊണ്ട് ശ്രീലക്ഷ്മിയുടെ ഷാളിൽ പിടിച്ച് ചുരുട്ടി കളിച്ചു.
അച്ചു, ബെല്ലടിക്കാനായി. നീ കാര്യം പറയുന്നുണ്ടോ? ഇല്ലേ ഞാൻ പോകുക. ആ, പറയട്ടടി, നീ കളിയാക്കാതിരുന്നാൽ മതി. എന്നാ പറ. അതുണ്ടല്ലോ, 2 ആഴ്ച കഴിഞ്ഞ റെഡ് സ്റ്റാർ ക്ലബിൻ്റെ വാർഷിക. കുറേ പരിപാടിയുണ്ട്. അപ്പോൾ ഞാൻ ഡാൻസ് കളിച്ചാലോ എന്നാ. അതെന്താ പെട്ടെന്നൊരു പൂതി? ഇതിനു മുമ്പൊക്കെ വാർഷികം ഉണ്ടാകുമ്പോൾ ആ ഭാഗത്തേക്കൊന്നും തിരിഞ്ഞു നോക്കാത്തതാണല്ലോ നീ. വേറെന്തോ കാര്യമുണ്ടെന്ന് ഉറപ്പായിരുന്നു ശ്രീലക്ഷ്മിക്ക്. ഇന്നലെ രാത്രി ക്ലബിൻ്റെ കുറച്ച് ആൾക്കാരെ വീട്ടിൽ വന്നിരുന്നു. പിരിവിന് 5000 രൂപ കൊടുത്തു അച്ഛൻ. നോട്ടീസിൽ കൺവീനറായിട്ട് ഹരിയേട്ടൻ്റെ പേരാ കണ്ടത്. അപ്പോൾ പ്രാക്ടീസ് എന്നും പറഞ്ഞ് എനിക്ക് ക്ലബിലേക്ക് പോകാലോ. ഹരിയേട്ടനെ കാണാം. അയ്യോ, ഓർക്കാൻ വയ്യ. ഓരോ കാര്യങ്ങളും കേട്ട് അവൾക്ക് തലയ്ക്ക് കൈവെക്കാതിരിക്കാൻ പറ്റിയില്ല. നിനക്ക് എന്തിൻ്റെ അസുഖമാണ് അച്ചു? 2 മാസം കഴിഞ്ഞ പരീക്ഷയാണ്. വല്ല ബോധമുണ്ടോ? ഞാൻ എന്ത് പറഞ്ഞാലും നീ എന്താ പരീക്ഷയുടെ കാര്യം പറയുന്നേ? എന്തായാലും തോക്കാനൊന്നും പോകുന്നില്ല. പിന്നെന്താ? നീ ഇക്കാര്യം പറ. ഇന്ന് ഗ്രൂപ്പ് ഡാൻസിൻ്റെ സെലക്ഷൻ ഉണ്ട്. ഞാൻ പോകാമെന്ന് വിചാരിക്കുക. നീ എന്ത് പണ്ടാരെങ്കിലും ചെയ്. അവസാനം എന്തേലും പ്രശ്നമായാൽ കരഞ്ഞുകൊണ്ട് വന്നേക്കരുത്. അതിന് ഞാൻ ഒറ്റയ്ക്കല്ലല്ലോ പോകുന്നേ. പിന്നെ നീയും വരുമല്ലോ. അതും പറഞ്ഞ് മുന്നോട്ട് ഓടിയിരുന്നു. ഭൂതത്തിനെ കണ്ട പോലെ വായും പൊളിച്ച് നിൽക്കുന്ന ശ്രീലക്ഷ്മിയുടെ അടുത്തേക്ക് തിരിച്ചു ഓടി വന്നവൾ കയ്യും പിടിച്ച് മുന്നോട്ട് നടന്നു.